ഡൈവേഴ്സിഫിക്കേഷൻ അഥവാ നിങ്ങൾക്ക് എക്സിസ്റ്റിംഗ് ആയിട്ടൊരു ബിസിനസ് ഉണ്ട്, അതിൽ നിന്ന് പുതിയൊരു ബിസിനസ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ അത് ചെയ്യാൻ പാടില്ല എന്നുള്ള 3 സിറ്റുവേഷൻസ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത്. ഒരു ബിസിനസ്സിനെ സക്സസ്ഫുൾ ആക്കാനുള്ള ഒരു സാധനങ്ങളെ നമ്മൾ സ്ട്രാറ്റജിക് ആസറ്റ് എന്ന് പറയും. സ്ട്രാറ്റജിക് ആസറ്റ്സ് യൂഷ്വലി ഒരു കോമ്പിനേഷൻ ആണ്. ഇപ്പോൾ റിസോഴ്സസ്, ആസറ്റ്സ്, ടാലന്റ്, ഇതിന്റെ എല്ലാത്തിൻ്റെയും ഒരു കോമ്പിനേഷൻ ആയിരിക്കും യൂഷ്വലി. ബിസിനസ് ഓണേഴ്സ് പൊതുവെ ഇതിനെ ബിസിനസ് സീക്രട്ട് എന്ന് പറയാറുണ്ട്. അത് ഒരു സാധനമില്ല, അതൊരു കോമ്പിനേഷൻ ഓഫ് മൾട്ടിപ്പിൾ സാധനങ്ങളായിരിക്കും. അപ്പൊ ചോദ്യം നമ്പർ 1, ഈ പുതിയൊരു ബിസിനസിന്റെ സ്ട്രാറ്റജിക് ആസറ്റ്സ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഒത്തിരി റിസോഴ്സസ് ആവശ്യമുണ്ട്. നിങ്ങളുടെ കപ്പാസിറ്റിക്ക് അപ്പുറത്ത് ഉള്ള റിസോഴ്സസ് ആവശ്യമുണ്ടെങ്കിൽ ഡൈവേഴ്സിഫിക്കേഷൻ ഒരു നല്ല തീരുമാനമല്ല. വളരെ എളുപ്പമുള്ള ചോദ്യമാണ്, എളുപ്പമുള്ള ഡിസിഷൻ. ചോദ്യം നമ്പർ 2, നിങ്ങൾ പുതിയ ബിസിനസ്സിന് വേണ്ടിയിട്ടുള്ള സ്ട്രാറ്റജിക് ആസറ്റ്സ് ക്രിയേറ്റ് ചെയ്യുന്നത് നിങ്ങളുടെ എക്സിസ്റ്റിംഗ് ബിസിനസ്സിനെ നെഗറ്റീവായിട്ട് എഫക്ട് ചെയ്യുവാണെങ്കിൽ ഡൈവേഴ്സിഫിക്കേഷൻ അവിടെയും നല്ലൊരു തീരുമാനമല്ല. ഫൈനലി ചോദ്യം നമ്പർ 3, നിങ്ങൾ പുതിയൊരു ബിസിനസ്സിൽ പോയി സ്ട്രാറ്റജിക് ആസറ്റ്സ് ഒക്കെ ഉണ്ടാക്കിയെടുത്തു, ബിസിനസ്സിനെ വിജയിപ്പിച്ചു. അതേപോലെ വേറൊരാൾക്കും വളരെ എളുപ്പത്തിൽ വന്ന് സ്ട്രാറ്റജിക് ആസറ്റ്സ് ഉണ്ടാക്കിയെടുത്ത് ബിസിനസ്സിനെ വിജയിപ്പിക്കാൻ പറ്റുമെങ്കിൽ ഈ ഡൈവേഴ്സിഫിക്കേഷൻ നല്ലൊരു തീരുമാനമല്ല. ഡൈവേഴ്സിഫിക്കേഷൻ ഒരു വലിയ ടോപ്പിക്കാണ്. അതിന് മാത്രമായിട്ട് ഞാനൊരു വീഡിയോ ചെയ്യുന്നുണ്ട്, ഒരു ലോങ് വീഡിയോ ചെയ്യുന്നുണ്ട്. അത് കാണാൻ താല്പര്യമുള്ളവരൊന്ന് ഫോളോ ചെയ്യുക. അപ്പൊ ഈ വീഡിയോ ഒരു വളരെ ഹൈ ലെവൽ സമ്മറി എന്നുള്ള രീതിയിലേ നമുക്ക് കാണാൻ പറ്റുള്ളൂ.